ഹലോ, ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് വെള്ളപ്പം അതേപോലെ ചിക്കൻ കറിയാണ്. ഉമ്മ ഇവിടെ വെള്ളപ്പത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഉച്ചക്കൊക്കെ വേണ്ടിയിട്ട് കൈപ്പങ്ങയും അതേപോലെ കുഞ്ഞമത്തി ഇന്നലെ ഫ്രീസറിനടുത്ത് വെക്കാൻ മറന്നിരുന്നു. അപ്പം നമ്മളത് പുറത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ കൈപ്പങ്ങ കഷ്ണാക്കിയിട്ട് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടങ്ങാണ്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ അങ്ങനെയാണ് ഇവിടെ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ കുരുവൊന്നും കളയണില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതധികം മൂത്തിട്ടില്ല. അപ്പോൾ പിന്നെ നമുക്കത് കഴിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് അത് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന ടൈമിൽ അത് മാറ്റി വെച്ചാലും മതി. പിന്നെ റെഡ് കളറൊക്കെ ആകുമ്പോൾ നല്ല മൂത്തതാകുമ്പോൾ അത് ഉപയോഗിക്കലില്ല. ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ ഉപയോഗിച്ചിട്ട് കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ടാവലുണ്ട്. പിന്നെ ഞാനത് മഞ്ഞൾപ്പൊടി അതുപോലെ ഉപ്പിട്ടിട്ടൊന്ന് തിരുമ്മി വെക്കുന്നുണ്ട്. 5 മിനിറ്റ് വെച്ചാൽ മതിയാവും. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സാധാ പോലെ തന്നെ നമ്മൾ വെളിച്ചെണ്ണ കടുകും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേർക്കണില്ല. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നല്ല ഫ്രൈ ആവില്ല, ഒരു കയ്പ്പ് ടേസ്റ്റ് പോകാൻ വേണ്ടിയിട്ടുള്ള ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റാണ്. ഈ കയ്പ്പ് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല കേട്ടോ. ഇത് രസമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അമ്മ ഇവിടെ ചോറിൻ്റെ കാര്യങ്ങൾ നോക്കണുണ്ടായിരുന്നു, അരി എടുത്തിട്ടും ഒക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. തക്കാളി അരച്ചിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. അപ്പം അതിലേക്ക് 3 തക്കാളി, ഒരു പച്ചമുളക്. ഇവിടെ അധികം എരിവ് അങ്ങനെ പ്രിഫർ ചെയ്യാത്തതുകൊണ്ട് തന്നെ നമ്മളധികം എരിവ് ചേർക്കണില്ല. 3 തക്കാളി ചേർത്തിട്ടുണ്ട്. അതേപോലെ ഒരു പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെ ചേർത്തിട്ടുണ്ട്. ഫസ്റ്റ് ഞാനൊന്ന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ചെറിയുള്ളി ഉണ്ടാവുമല്ലോ, ചെറിയുള്ളി ഒരു വെളുത്തുള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആവണ്ട, ജസ്റ്റ് ഒന്ന് ഇതാക്കി എടുക്കുന്നുണ്ട്, തൂമിച്ച് എടുക്കുന്നുണ്ട്. അതിലേക്കാണ് നമ്മൾ തക്കാളിൻ്റെ പേസ്റ്റ് ഒഴിച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം, അതേപോലെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി അതൊക്കെ ചേർത്തിട്ടുണ്ട്. ചേർത്തുങ്ങാണ്ട് അത് മിക്സ് ചെയ്തിട്ടുണ്ട്. അത് നല്ല തിളച്ച് നല്ല വെന്ത് കണ്ട് വരുമ്പോൾ നമ്മളതിലേക്ക് കുഞ്ഞമത്തി ക്ലീൻ ചെയ്തിട്ട് ഫ്രീസറിൽ ഇരുന്നത് തണുപ്പൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ആ ടൈം ആകുമ്പോഴത്തേന് പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല 2-3 വട്ടം കഴുകി അത് നമ്മൾ ഈ തിളച്ച് വരുന്ന അപ്പോഴൊക്കെ തക്കാളി നല്ല വെന്തിട്ടുണ്ടാവും. അപ്പോൾ അതിലേക്ക് നമ്മൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് 2-3 വെട്ടിത്തിളയും കൂടെ തിളച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ കറി സെറ്റാണ്. ലാസ്റ്റ് കുറച്ച് കറിവേപ്പില അതേപോലെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ കറീൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, ട്രൈ ചെയ്ത് നോക്കാം. കുറച്ച് ദിവസമായിട്ട് കുഞ്ഞമത്തിൻ്റെ കാര്യങ്ങൾ തന്നെയല്ല എപ്പോഴും ഇങ്ങനെ 4 കിലോ 100, 5 കിലോ 100 അങ്ങനെ ആകുമ്പോൾ നമുക്ക് എപ്പോഴും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. പക്ഷെ കറി ഉണ്ടാക്കണക്കാണ്ടി നല്ലതായിട്ട് എനിക്ക് തോന്നിയത് ഫ്രൈ ചെയ്തിട്ടും അതേപോലെ തേങ്ങ അരച്ച് കറി വെച്ചാൽ വലിയ ടേസ്റ്റായിട്ട് തോന്നണില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാം.